number towers starting with any set of numbers not necessarily equally apart. For example, look at this tower. എന്താണ് ഇതിനെ നമ്മൾ എന്താക്കി ഒരേ അകലത്തിലുള്ള എഴുതിയിരുന്നില്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്തിരുന്നത് എന്താണ് 6 2 കൂട്ടിയപ്പോൾ 8 8 2 കൂട്ടിയപ്പോൾ 10 10 2 കൂട്ടിയപ്പോൾ 12 12 2 കൂട്ടിയപ്പോൾ 14 അല്ലേ? അങ്ങനെ എഴുതി നമ്മൾ ഇതിൽ എഴുതി പോയിരുന്നു അല്ലേ? അപ്പോൾ ഓരോന്നും എന്താണ് സെപ്പറേറ്റ്, എന്താണ് ഒരേ അകലം ഇടവിട്ടിട്ടായി നീതിന്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരേ അകലം ഇടവിട്ടിട്ടല്ല, എങ്ങനെ നമ്പർ എഴുതിയാലും നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ടോപ്പ് മോസ്റ്റ് നമ്പർ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടവർ നോക്കിയാൽ ഇവിടെ 10 ആണ്, പിന്നെ 1 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെ 10 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഈ 10 + 1 എന്താക്കി 11 അതിൻ്റെ മുകളിൽ എഴുതി അല്ലേ? ഇനി 1 + 9 എന്താക്കി ആഡ് ചെയ്ത് 10 ഇവിടെ കിട്ടി. 9 + 10 എന്താ 19. ഇനി 11 + 10 എന്താ 21 കിട്ടി. 10 + 19 എന്ത് കിട്ടി 29. ഇനി 21 + 29 എന്ത് കിട്ടി 15 കിട്ടി അല്ലേ? ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫിൽ ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ടവർ ബിലോ. ഈ താഴെ തന്നിരിക്കുന്ന ഈ എന്താണ് ടവറിലുള്ള എംപ്റ്റി സെൽസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇത് 10 ഇത് 2 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം, ഇവിടെ നമുക്ക് എന്താക്കാം 12 എന്ന് എഴുതാം അല്ലേ? 10 + 2 എന്ന് പറഞ്ഞാൽ എന്താണ് 12 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടിയത് 12 എന്ന് കിട്ടി ഇവിടെ. ഇനി നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ ഉള്ളത് കിട്ടണം. ഇവിടെ ഉള്ളത് കിട്ടണം, ഇവിടെ ഉള്ള അറിയണ്ടേ? അപ്പൊ ഇവിടെ ഉള്ള കൂടി കൂട്ടിയാലല്ലേ 10 കിട്ടുക. അപ്പൊ ഈ 10ഉം ഈ 2ഉം അങ്ങ് മൈനസ് ചെയ്താൽ മതി. 10 2 മൈനസ് ചെയ്താൽ എത്ര 8 അല്ലേ? അപ്പൊ അവിടെ 8 ആയിരിക്കും. ഓക്കെ, അപ്പൊ 8ഉം 2ഉം കൂട്ടിയാലല്ലേ 10 കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 8ഉം 2ഉം കൂട്ടിയാൽ 10. ദെൻ ഇനി 8ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ് 18 അല്ലേ? അപ്പൊ 18. ഓക്കെ, 18 കിട്ടി അല്ലേ? ഇനി 12 10 കൂട്ടി എത്രയാണ്? 12 + 10 എത്രയാണ് 22 അല്ലേ? അപ്പൊ 12 + 10 22. ഇനിയോ 10 + 18 എത്രയാണ് 28 അല്ലേ? 28. ഇനി 22 + 28 എത്രയാണ്? 28 + 28 50 അല്ലേ? അപ്പൊ 50 എന്ന് എഴുതുക. എത്രയാണ് 50. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, ഈ ടവർ കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് എന്താ ടോപ്പ് മോസ്റ്റ് നമ്പർ എന്ത് കിട്ടി 15 കിട്ടി അല്ലേ? ഇനി എന്താ നെക്സ്റ്റ് നോക്കിയേ, എന്താണ് അവിടെ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കിയേ. ഇവിടെ in a tower like this keep the tens where they are and change the second number of the bottom row of some other than 1 or 2 and compute the other numbers is the topmost number still 15. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ടവർ ഇതുപോലെ വരച്ചിട്ട് എന്താണ് ഈ ടെൻസിന് എഴുതിയ ആ നമ്പർ എന്താക്കുക, ചേഞ്ച് ചെയ്യരുത്. എന്താണ് ഇവിടെ സെക്കൻഡ് നമ്പർ ബോട്ടം റോയിലെ സെക്കൻഡ് നമ്പർ എന്താണ് ആ 1നും 2നും പകരം എന്താക്കുക, അതിന് വേറെ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 എന്നുള്ള നമ്പർ മാറ്റരുത്. അപ്പൊ അങ്ങനെ ആവുമ്പോ എപ്പോഴും എന്താണ് മുകളിലത്തെ നമ്പർ 50 തന്നെ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ഉള്ള നമ്പർ, അതായത് ഇവിടെ 1 ആണല്ലോ അല്ലെ? അപ്പൊ ഇവിടെ 2 അല്ലെ? അപ്പൊ ആ 1 2 അത് എന്താണ് അത് മാറ്റുക. എന്നിട്ട് എന്താക്കുക, ലാസ്റ്റ് ടോപ്പ് മോസ്റ്റ് നമ്പർ എന്താണ് 50 തന്നെയാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കുക, ആ നമ്പർ ഒന്ന് മാറ്റി നോക്കാം അല്ലെ? അപ്പൊ നിങ്ങൾ എന്താക്കുക, ഇങ്ങനെ അതേമാതിരി കള്ളി വരയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്താക്കുക, ഈ 2ന് പകരം എന്താക്കുക, ഞാനിപ്പോ ഒരു 4 കൊടുക്കുക വിചാരിച്ചാൽ ഒരു 4 കൊടുത്തിട്ട് ഈ 2ന് പകരം ഞാൻ 4ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും, ഇവിടെ എന്തായിരിക്കും വരിക, ഇവിടെ എന്ത് വരും 14 എന്ന് വരും അല്ലെ? ഇവിടെ 14 എന്ന് വന്നു അല്ലെ? 10 + 4 എന്താണ് ഇവിടെ 14 എന്ന് വന്നു അല്ലെ? ഇനി ഇവിടെ എന്തായിരിക്കും വരിക, ഇതും കൂടി കൂട്ടിയതല്ലേ ഇവിടെ വരിക ആണ് അല്ലെ? അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും വരിക, ഇത് കുറയ്ക്കുക അല്ലെ? 10 അതായത് 10 ഈ 4 കുറയ്ക്കുക അല്ലെ? 10 4 കുറച്ചാൽ എത്രയാ 6 അല്ലെ? ഓക്കെ, അപ്പൊ 6 എന്ന് വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ഇവിടെ വരുന്ന ഏതാണ്, ഇത് 2ഉം കൂടി കൂട്ടിയത് അല്ലെ? 6 + 10 എത്രയാണ് 16 വരും അല്ലെ? ഓക്കെ, 16. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ഇവിടെ വരുന്നത്, ഈ 14 + 10 അല്ലെ? 14 + 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 24 അല്ലെ? അപ്പൊ അവിടെ 24 എന്ന് വരും. ഓക്കെ, ഇവിടെ 24 എന്ന് തന്നെ. ദെൻ നെക്സ്റ്റ് ഇവിടെ എത്രയാണ് വരിക, 10 + 16 എത്രയാണ് 26 അല്ലെ? അപ്പൊ 26 ആണ് ഇവിടെ വരിക അല്ലെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ഇവിടെ എന്താ വരിക, 24 + 26 എത്രയാണ് എത്രയാ 50. അപ്പൊ എന്താണ് നമ്മൾ ഏത് നമ്പർ കൊടുത്തു ചെയ്ത് നോക്ക്. അപ്പൊ ടോപ്പ് മോസ്റ്റ് നമ്പർ എന്താണ് 50 തന്നെയാ വരുന്നത് അല്ലെ? ചേഞ്ച് വരുന്നുണ്ട്. ഈ 10 മാറരുത് അല്ലെ? 10 മാറാതെ ഇതാക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? 10 മാറാതെ എന്താക്കുക, ടോപ്പ് മോസ്റ്റ് നമ്പർ ഈ രണ്ടാമത്തെ ഈ ബോട്ടം റോയിലുള്ള രണ്ടാമത്തെ നമ്പർ മാറ്റിയാൽ മുകളിലത്തെ ആ നമ്പർ എന്താണ് 50 തന്നെയാണോ കിട്ടുന്നത് ചോദിച്ചല്ലേ? അപ്പൊ എന്താ 50 തന്നെ കിട്ടുന്നത് അല്ലെ? ദെൻ ഈസ് ദിസ് സ്റ്റിൽ 50 എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇത് എപ്പോഴും 50 തന്നെയാണോ? ആയിരിക്കും അല്ലെ?
ഇനി എന്താ എക്സ്പ്ലെയിൻ റീസൺ ഫോർ ദിസ് യൂസിങ് ആൾജിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ ആൾജിബ്ര വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് നോക്കിയാൽ, ആൾജിബ്ര വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇവിടെ 10 അല്ലേ ഇരുന്നത്, ഇവിടെയും 10 ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ എക്സ് ആക്കി എടുത്തു നോക്കാം. എന്താ അവിടെ എക്സ് ആക്കി ഒന്ന് എടുത്തു നോക്കുക. എന്നിട്ട് എന്താ നമുക്ക് കിട്ടുന്നത് നോക്കുക. ഈ 10ന്റെ സ്ഥാനത്തൊക്കെ എന്താക്കുക, എക്സ് ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 10ന്റെ സ്ഥാനത്തൊക്കെ എക്സ് ആക്കി എടുത്താൽ ഈ ഇതെങ്ങനെ വരും നോക്കുക. അപ്പോൾ നമ്മൾ 10ന്റെ സ്ഥാനത്തൊക്കെ എന്താക്കി എക്സ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾക്ക് എന്താ പറയുക, ഇതും കൂടി കൂട്ടിയതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്താക്കി അവിടെ വൈ ആക്കി കൊടുത്തു. ഒരു നമ്പർ കൊടുക്കാനല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അവിടെ എന്താക്കി വൈ ആക്കി എടുത്ത്. ഓക്കെ, ഇനി ഇത് എന്താ, ഇത് രണ്ടും കൂടി കൂട്ടിയതായിരിക്കുമല്ലോ ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ, ഇവിടെ എന്താണ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇവിടെ എക്സ് പ്ലസ് വൈ ആയി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, ഇതും കൂടി കുറച്ചതായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എക്സ് മൈനസ് വൈ അല്ലേ. ഇവിടെ എന്തായിരിക്കും എക്സ് മൈനസ് വൈ. ഓക്കെ, ഇനി ഇവിടെ എന്തായിരിക്കും വരിക, ഇതും കൂടി കൂട്ടിയത് അല്ലേ, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് അല്ലേ. അപ്പോൾ എത്ര ആയിരിക്കും, എക്സ് 2x അല്ലേ. അപ്പോൾ 2x മൈനസ് വൈ എന്ന് വരുന്നുണ്ട് അല്ലേ. 2x മൈനസ് വൈ എന്ന് വരും. ഇവിടെ 2x മൈനസ് വൈ എന്ന് വന്നു അല്ലേ. ഇനി ഇവിടെ എന്തായിരിക്കും വരിക, ഈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് അല്ലേ. ഇതിവിടെ അപ്പോൾ എക്സ് 2x പ്ലസ് വൈ ആയിരിക്കും അവിടെ അല്ലേ. അപ്പോൾ 2x പ്ലസ് വൈ. ഓക്കെ, ഇവിടെ എന്തായിരുന്നു 2x പ്ലസ് വൈ ഒന്ന് അല്ലേ. ഇവിടെ എന്തായിരിക്കും വരിക, എക്സ് പ്ലസ് 2x മൈനസ് വൈ അല്ലേ. അപ്പോൾ എന്താക്കും, എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ എത്രയാണ് 3x അല്ലേ. അപ്പോൾ 3x മൈനസ് വൈ, 3x മൈനസ് വൈ ആണ് എന്ത് ഇവിടെ വരുന്നത്. ഓക്കെ, 3x മൈനസ് ആണ്, 3x മൈനസ് വൈ. ഓക്കെ, 3x മൈനസ് വൈ ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഇനി നമുക്ക് എന്താ ഇതിൽ ഇവിടെ വരുന്നത് എന്താണ്, ഇത് രണ്ടും കൂടി കൂട്ടിയത് അല്ലേ. അപ്പോൾ 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ അല്ലേ. അപ്പോൾ എക്സും എക്സ് എന്താണ്, 2x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ 5x അല്ലേ. അപ്പോൾ ഇവിടെ 5x എന്ന് എഴുതി. പിന്നെ എന്താണ് ഇവിടെ വരുന്നത്, പ്ലസ് വൈയും മൈനസ് വൈയും അല്ലേ. അപ്പോൾ പ്ലസ് വൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് 0 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 5x ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഉള്ള ഈ നമ്പറുകൾ ഇങ്ങനെ ആണെങ്കിൽ എന്താണ് 5 ടൈംസ് ഓഫ് ദാറ്റ് എക്സ് അല്ലേ. അതാണ് എന്ത് ആൾജിബ്ര വെച്ച് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് മൂന്നാമത്തെ എന്താണ് ഇവിടെ വരുന്നത് നോക്കിയേ, എന്താണ് മൂന്നാമത്താണ് നമ്മളിപ്പോൾ ചെയ്ത് കേട്ടോ. നാലാമത് ഫിൽ ഇൻ ദ എംപ്റ്റി സെൽസ് ഓഫ് ദിസ് ടവർ. ഇനി എന്താണ് ഈ ടവറിന്റെ എംപ്റ്റി സെൽസ് എന്താണ് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ഇത് എക്സും ഇത് വൈ ആണ് അല്ലേ. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഇവിടെ എക്സും വൈ ആണെങ്കിൽ എന്താ നേരത്തെ നമ്മൾ ചെയ്തതിൽ തന്നെ അല്ലേ. ഇവിടെ എന്താ രണ്ടും എന്താണ് എക്സ് പ്ലസ് വൈ എന്നല്ലേ വരുന്നത്. എന്താണ് എക്സ് പ്ലസ് വൈ, ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് വരും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും വരിക, ഇത് രണ്ടും മൈനസ് ചെയ്തത് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് വരും. ഇവിടെ എങ്ങനെ കിട്ടുക അറിയാം, ഇത് രണ്ടും കൂടി കൂട്ടിയതാണല്ലോ ഇത് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതും കുറച്ചതായിരിക്കുമല്ലോ ഇപ്പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ ഇതും കുറച്ചതായിരിക്കും ഇപ്പുറത്ത് വരിക അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണ് 2x മൈനസ് വൈ എന്ന് വരും. ഇവിടെ സെയിം തന്നെ അല്ലേ, 2x മൈനസ് വൈ നമ്മളിപ്പോൾ ചെയ്താൽ തന്നെയാണ് ആൾജിബ്ര വെച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 2x മൈനസ് വൈ എന്ന് ഇവിടെ വന്നു. നെക്സ്റ്റ് ഇവിടെ എന്താ വരിക, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ആണല്ലോ ഇവിടെ വരിക. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്താ 2x അല്ലേ. അപ്പോൾ 2x പ്ലസ് വൈ അല്ലേ, 2x പ്ലസ് വൈ. ഓക്കെ, 2x പ്ലസ് വൈ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ദെൻ ഇവിടെ എന്തായിരിക്കും വരിക, എക്സ് പ്ലസ് 2x മൈനസ് വൈ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ എന്താ 3x അല്ലേ. അപ്പോൾ 3x മൈനസ് വൈ ആയിരിക്കും എന്ത് ഇവിടെ മുകളിലുണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ ഇനി ഇവിടെ എന്തായിരിക്കും ഇതും കൂടി കൂട്ടിയത് അല്ലേ. അപ്പോൾ 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ ആണ് അല്ലേ. അപ്പോൾ 2x പ്ലസ് 3x പ്ലസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ടേം അല്ലേ. 2x പ്ലസ് 3x എത്രയാണ് 5x ആണ് അല്ലേ. അപ്പോൾ 5x എന്ന് എഴുതുക, 5x പിന്നെന്താണ് പ്ലസ് വൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ് അല്ലേ. അപ്പോൾ 5x. ഓക്കെ, ഇതാണ് ഈ എംപ്റ്റി സെല്ല് ടവർ, ഈ ടവറിന്റെ ഈ നമ്മൾ ഫിൽ ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 100 in rows and columns as in the first picture below, then draw some 9 cell squares in it. As in the second picture, mark the middle number of each square also. എന്താ പറഞ്ഞിരിക്കുന്നത്, 1 മുതൽ 100 വരെ എഴുതിയത് എന്താണ് ക്വസ്റ്റ്യൻ നോക്ക്. 1 മുതൽ 100 വരെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ. അതിലെന്താണ് ഈ ഫസ്റ്റ് പിക്ചറിൽ അങ്ങനെ എഴുതി. ഈ എന്താണ് ഈ അങ്ങനെ എഴുതിയ ശേഷം എന്താണ് 9 സെൽ സ്ക്വയറിന് എന്താക്കുക ഡ്രോ ചെയ്യുക. അങ്ങനെ ഓക്കെ,
ഈ സെക്കൻഡ് പിക്ചറിൽ എന്താണ് 9 സെൽ സ്ക്വയേഴ്സിന് ഇങ്ങനെ ഡ്രോ ചെയ്തു അല്ലെ. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? മാർക്ക് ദ മിഡിൽ നമ്പർ ഓഫ് ഈച്ച് സ്ക്വയർ ഓൾസോ. പിന്നെ എന്താണ് മാർക്ക് മിഡിൽ, ആ മിഡിൽ എന്താണ് നിങ്ങൾ മാർക്ക് ചെയ്യാനും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മലയാളം മീഡിയത്തിൽ ഒന്ന് നോക്കുക. ചുവടെയുള്ള ചിത്രങ്ങളിൽ ആദ്യത്തേതുപോലെ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ വരിയും നിരയുമായി എഴുതുക. രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ അതിൽ 9 സംഖ്യകൾ മാത്രമുള്ള പല സമചതുരങ്ങൾ വരയ്ക്കുക. എല്ലാ സമചതുരങ്ങളുടെയും നടുക്കുള്ള സംഖ്യയും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ശരിക്കും 1 മുതൽ 100 വരെ എഴുതി. അതിലെന്താണ് രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ എന്താണ് അതിൽ 9 സംഖ്യകൾ മാത്രമുള്ള ഇങ്ങനെ സമചതുരങ്ങൾ വരച്ചു അല്ലെ, സ്ക്വയേഴ്സ് വരച്ചു. കണ്ടോ, സ്ക്വയേഴ്സ് വരച്ചു ഇവിടെ അല്ലെ, സമചതുരങ്ങൾ ഓരോന്നായിട്ട് വരച്ചു. ഇനി എന്താണ് അതിൽ നടുക്കുള്ള സംഖ്യ, എല്ലാ എന്താണ് സ്ക്വയേഴ്സിന്റെ അല്ലെ എല്ലാ സമചതുരങ്ങളുടെയും നടുക്കുള്ള സംഖ്യ എന്താണ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പൊ ഇത് അവിടെ ഈ എന്താണ് സ്ക്വയേഴ്സിൽ അല്ലെങ്കിൽ ഈ സമചതുരത്തിന്റെ നടുക്കുള്ള സംഖ്യ 14 ഇതിന്റെ ഇത് 63 ഇതിന്റെ 78 അല്ലെ, 78 ആണ് ഇതിന്റെ, 63 ആണ് ഇത് 14 ആണ് അല്ലെ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്? ഫൈൻഡ് ദ ഫോളോയിങ് ഫോർ ഈച്ച് ഓഫ് ദ സ്ക്വയേഴ്സ്. എന്താണ് ഫസ്റ്റ് വൺ എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മിഡിൽ നമ്പറും പിന്നെ അതുപോലെ അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതിന്റെ സമ്മും തമ്മിലുള്ള റിലേഷൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓരോ സമചതുരത്തിലും ചുവടെ പറയുന്നത് കണക്കാക്കുക. നടുക്കുള്ള സംഖ്യയും അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഇടതും വലതുമുള്ള സംഖ്യകളുടെ തുക അല്ലെ, എന്താണ് അതിന്റെ സമ്മു എന്താണ്, തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് തമ്മിലുള്ള ബന്ധം എന്താ മക്കളെ? ഒന്ന് നോക്കിയേ, എന്താ തമ്മിലുള്ള ബന്ധം എന്താ? ഇവിടെ 14 അല്ലേ, അപ്പൊ ഇപ്പുറത്ത് ലെഫ്റ്റും റൈറ്റും ഇടതും വലുതും ഉള്ളത് എന്താണ്? അതൊന്ന് കൂട്ടി നോക്കുക. 13 + 15 13 + 15 എത്രയാണ്? 28 ആണ് അല്ലെ. അപ്പൊ 14 ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ട് 28-ന്? 28ന്റെ പകുതി ചെയ്ത് നോക്ക്. 28ന്റെ പകുതി എത്ര? 14 അല്ലേ, ആണല്ലേ. അപ്പൊ എന്താ ലെഫ്റ്റും റൈറ്റും കൂടി കൂട്ടിയ സമ്മ് എന്താണ്? കൂട്ടിയതിന്റെ തുകയും തമ്മിലുള്ള ബന്ധം എന്താണ്? മിഡിൽ നമ്പറിന്റെ നടുക്കുള്ള നമ്പറിന്റെ എന്താണ് എത്രയാ? നടുക്കുള്ള നമ്പറിന്റെ ആ തുകന്റെ പകുതിയാണ് നടുക്കുള്ള നമ്പർ, അല്ലെങ്കിൽ തുകന്റെ ഇരട്ടിയാണ് മറ്റേ രണ്ടും കൂട്ടിയെന്ന് പറയാം അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് പറയാം? റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദ മിഡിൽ നമ്പർ അല്ലെ. മിഡിൽ നമ്പറിന്റെ പകുതിയാണ് എന്ത് ഇടതും വലുതുമുള്ള വലുതും കൂട്ടിയതിന്റെ തുകേന്റെ നമ്പർ അല്ലെ, തുകേന്റെ സംഖ്യ. അപ്പൊ നമുക്ക് എങ്ങനെ ഇതറിയോ? ഹെൻസ് എന്താണ്? ദ മിഡിൽ നമ്പർ ഈസ് ദ ഹാഫ് ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഒന്നുകൂടി പറഞ്ഞുതരാം, എഴുതിക്കോ. എന്താണ്? ദ മിഡിൽ നമ്പർ ഈസ് ദ ഹാഫ് ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, മലയാളക്കാർ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതാം നമുക്ക്? സമചതുരത്തിൽ നടുക്കുള്ള സംഖ്യ എന്നാല് ഏതാണ്? സമചതുരത്തിൽ നടുക്കുള്ള സംഖ്യ അതിന്റെ ഇടതും വലതുമുള്ള സംഖ്യകളുടെ തുകയുടെ പകുതിയാണ്. എന്താണ്? നടുക്കുള്ള സംഖ്യ അതിന്റെ ഇടതും വലതുമുള്ള സംഖ്യകളുടെ തുകയുടെ പകുതിയാണ് എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അതിൽ വരുന്നത്? എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം. അതിന്റെ മുകളിലും താഴെയുള്ള നമ്പർ, ടോപ്പും ബോട്ടവും, മിഡിൽ നമ്പറിന്റെ ടോപ്പിലും ബോട്ടവും കൂടി കൂട്ടിയിട്ട് അതിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? ആ മിഡിൽ നമ്പർ ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മലയാളക്കാർ? നടുക്കുള്ള ആ സംഖ്യയും അതിന്റെ മുകളിലും താഴെയുമുള്ള സംഖ്യയുടെ തുകയും തമ്മിലുള്ള ബന്ധം. നേരത്തെ എന്താണ് ഇടതും വലുതും ലെഫ്റ്റ് റൈറ്റ് ചോദിച്ചല്ലേ, ഇപ്പൊ എന്താ ടോപ്പും ബോട്ടോ ചോദിച്ചിരിക്കുന്നത് അല്ലെ, മുകളിലും താഴെയായിട്ടാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടോന്ന്. അപ്പൊ നോക്കൂ, 4 + 24 എന്താണ്? 4 + 24 എത്രയാണ്? 28 അല്ലെ. അപ്പൊ 28ന്റെ പകുതി എത്രയാണ്? 14. ഇനി 53 + 73 എത്രയാണ്? 6. പിന്നെ എത്ര? 5, 7, 12, 126 അല്ലെ. 126ന്റെ പകുതി എത്രയാണ്? 63. നെക്സ്റ്റ് നോക്കൂ, 68ഉം 88 അല്ലെ. എന്താണ്? 8, 8, 16 ഒന്ന് ബാലൻസ്, പിന്നെ 7, 15, 156 അല്ലെ. 156ന്റെ പകുതി എത്രയാണ്? എത്ര? 78 അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ റിലേഷൻ അതിന്റെ പകുതി തന്നെ അല്ലെ. നേരത്തെ എഴുതിയമായി തന്നെ ലെഫ്റ്റും റൈറ്റിലും എഴുതിയമായി തന്നെ എന്താണ്? അതിന്റെ പകുതി തന്നെയാണ് എന്തായാലും മിഡിൽ നമ്പർ എന്ന് പറയുന്നത്, ടോപ്പും ബോട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ എഴുതിയമായി തന്നെ അല്ലെ. നേരത്തെ എഴുതി എങ്ങനെയാ അതുപോലെ തന്നെ എന്താണ്? ദ മിഡിൽ നമ്പർ ഈസ് ദ ഹാഫ് ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം. എന്താ എഴുതുക? ദ മിഡിൽ നമ്പർ ഈസ് the relation between the middle number is the half of the sum of the numbers on its top and bottom.
ഈ മലയാളക്കാരെങ്ങനെ എഴുതാ? എങ്ങനെ എഴുതാ? യെസ്, എന്താണ് ഈ നടുക്കുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നടുക്കുള്ള സംഖ്യയും അതിന്റെ മുകളിലും താഴെയുള്ള സംഖ്യയുടെ തുകയും തമ്മിലുള്ള ബന്ധമല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പം നടുക്കുള്ള സംഖ്യ അതിന്റെ മുകളിലും താഴെയുമുള്ള സംഖ്യകളുടെ തുകയുടെ പകുതിയാണ്. ഓക്കെ, അങ്ങനെ എഴുതാട്ടോ. എന്താണ് നടുക്കുള്ള സംഖ്യയും അതിന്റെ മുകളിലും താഴെയുമുള്ള സംഖ്യകളുടെ തുകയുടെ പകുതിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കുക. അതിൽ തന്നെ വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? The relation between middle number and the sum of the pairs of numbers diagonally on its top and bottom. എന്താണ്? The relation between middle number and the sum of the pairs of numbers diagonally on its top and bottom. എന്താ ഈ മിഡിൽ നമ്പറും അതുപോലെ എന്താണ് പെയർ ഓഫ് ഡയഗണലി എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളത് അല്ലെ? ഈ ഡയഗണലി ആയിട്ടുള്ള ടോപ്പും ബോട്ടവും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോപ്പും ബോട്ടവും കൂടി, അതായത് ഡയഗണൽ ആയിട്ടുള്ള ഇതാണ് ടോപ്പ്, ഇതാണ് എന്ത്? ബോട്ടം അല്ലെ? അപ്പൊ ഈ ഇപ്പൊ ഇതിലെന്താണ്? ഈ 63ന്റെ കേസിൽ എന്താണ്? 52ഉം 74ഉം പ്ലസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഈ 63 ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മലയാളക്കാർ നടുക്കുള്ള സംഖ്യയും സമചതുരത്തിന്റെ എതിർമൂലകളുടെ സംഖ്യയുടെ തുകകളും തമ്മിലുള്ള ബന്ധം അല്ലെ? നടുക്കുള്ള ഈ സംഖ്യയും എന്താണ്? നടുക്കുള്ള ഈ സംഖ്യയും ഈ എതിർമൂലകൾ തമ്മിലുള്ള ഈ സംഖ്യകളുടെ തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെന്ന് വെച്ചാൽ അപ്പൊ എന്താണ്? മുകളിലത്തെ ഇത് 82ആണ്. ഡയഗണലി ആയിട്ടുള്ള ഇത് എന്താണ്? ഇത് 82ആണ് ടോപ്പിൽ മുകളിൽ കിടക്കുന്നത് അല്ലെ? ഡയഗണലി ആയിട്ട് ബോട്ടം കിടക്കുന്ന എന്താണ്? 74 ആണ് അല്ലെ? അപ്പൊ ഈ 52 പ്ലസ് 74 എത്രയാണ്? 52 പ്ലസ് 74 126 അല്ലെ? 126ഉം ഈ 63 ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? 126ന്റെ ഹാഫ് ചെയ്ത് നോക്കൂ, എത്രയാ? 63 കിട്ടി അല്ലെ? അതേപോലെ തന്നെ നമുക്ക് നോക്കൂ, ഇത് ചെയ്ത് നോക്കൂ. ഈ ഡയഗണലായിട്ട് ഇങ്ങനെയും ചെയ്തു നോക്കാം നമുക്ക് അല്ലെ? 54 പ്ലസ് 72 എന്താണ്? ഇതിന്റെ ടോപ്പ് മുകളിൽ എന്ന് പറയുമ്പോൾ ഇവിടെ 54 അല്ലേ? താഴെ എന്താണ്? 72 ആണ് അല്ലെ? അപ്പൊ 54 പ്ലസ് 72 എത്രയാണ്? 126 അല്ലെ? അപ്പൊ 126ന്റെ പകുതി എന്താണ്? 63 ആണ് അല്ലെ? അപ്പൊ ഡയഗണലി ആയിട്ട് ഇങ്ങനെ ആയാലും ഒക്കെ എന്താണ്? അതിന്റെ ടോപ്പും ബോട്ടും കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതിയാണ് എന്ത്? അതിന്റെ മിഡിൽ നമ്പർ. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ടോപ്പ് എന്താണ്? മുകളിലത്തെ എന്താ? 3 ആണ്. ഇവിടെ ബോട്ടം എന്താ? താഴെ എന്താ? 25 അല്ലെ? 25 പ്ലസ് 3 എന്താണ്? 28. 28ന്റെ പകുതി എത്രയാണ്? 40. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ടോപ്പില് മുകളിൽ കിടക്കുന്ന 5ഉം ഡയഗണലി ആയിട്ടുള്ളത് കേട്ടോ, ചെരിഞ്ഞിട്ടുള്ളത്. ഇവിടെ 23 ആണ് അല്ലെ ബോട്ടം. അപ്പൊ 23 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 28. 28ന്റെ പകുതി എന്താണ്? 14. നെക്സ്റ്റ് നോക്കൂ, ഈ നമ്പർ നോക്കൂ. ഇതിന്റെ ഡയഗണലി ആയിട്ട് ടോപ്പിലും ബോട്ടമിലും അല്ലെ? മുകളിലും താഴെയുള്ള ഈ നമ്പർ 67ഉം 89ഉം ആണ് അല്ലെ? അപ്പൊ 67 പ്ലസ് 89 എത്രയാണ്? 156 അല്ലെ? അപ്പൊ 156 ഡിവൈഡഡ് ബൈ 2 ആ നടുക്കുള്ള നമ്പറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് അല്ലെ? 156 ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാൽ ഈ നടുക്കുള്ള നമ്പർ 78 ആണ് അല്ലെ? ഇനി 69 പ്ലസ് 87 എത്രയാണ്? 69 പ്ലസ് 87 എത്രയാണ്? 87ഉം 69 പ്ലസ് 87 156 അല്ലെ? അപ്പൊ 78 ആയിട്ട് എന്താ ബന്ധം? 156ന്റെ പകുതി എന്താണ്? 78 അല്ലെ? അപ്പൊ എന്താണ്? നമുക്ക് അതിന്റെ ബന്ധം എങ്ങനെ പറയാം? നമുക്ക് അതിന്റെ റിലേഷൻ പറയുമ്പോ നമുക്ക് ഇത് ഹാഫ് അല്ലേ? അപ്പൊ ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ഈസ് ദ half of the sum of the pairs of numbers diagonally on its top and bottom എഴുതാം കേട്ടോ. മലയാളക്കാർ എങ്ങനെ എഴുതാ? എങ്ങനെ എഴുതാം? നടുക്കുള്ള സംഖ്യയും സമചതുരത്തിന്റെ എതിർമൂലകളുടെ സംഖ്യകളുടെ തുകകളും എന്താണ്? തുകകളുടെ പകുതിയാണ് അല്ലെ? നടുക്കുള്ള സംഖ്യ എന്താണ്? സമചതുരത്തിന്റെ എതിർമൂലകളിലെ സംഖ്യകളുടെ തുകയുടെ പകുതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി എന്താ ക്വസ്റ്റ്യൻ? ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ. എന്താണ്? മിഡിൽ നമ്പറിനും അതുപോലെ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ, സ്ക്വയറിലുള്ള എല്ലാ നമ്പേഴ്സും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? മലയാളത്തിൽ എന്താ ചോദിച്ചേ? നടുക്കുള്ള സംഖ്യയും സമചതുരത്തിലെ എല്ലാ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം അല്ലെ? നടുക്കുള്ള സംഖ്യയും സമചതുരത്തിലെ എല്ലാ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നടുക്കുള്ള സംഖ്യ അവിടെ കിടക്കട്ടെ അല്ലെ? അപ്പൊ നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ഒന്ന് കൂട്ടി നോക്കുക. 3 പ്ലസ് 4 പ്ലസ് 5 എത്രയാണ്? 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് എത്ര വരും? 3 പ്ലസ് 4 7 അല്ലേ? അപ്പൊ 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് പിന്നെ 13 അവിടെ 13 പ്ലസ് പിന്നെന്താ 15 പ്ലസ് പിന്നെന്താ 23 പ്ലസ് പിന്നെന്താ വരുന്നത് 24 പ്ലസ് 25 അല്ലെ? 24 പ്ലസ് 25. അപ്പൊ എന്താ കിട്ടുക? എല്ലാം കൂടി കൂട്ടി നമുക്ക് 112 കിട്ടും അല്ലെ? അപ്പൊ 112 നോട് എന്താണ്? ഈ 14ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് അല്ലെ? എന്താണ്? 48 ടൈംസ് ഓഫ് 14 ആണിത്. ഈ 14നോട് 8 ഗുണിച്ചാലാണ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് അല്ലെ?
അല്ലേ? അതായത് നടുക്കുള്ള സംഖ്യനോട് 8 ഇൻറ്റു ചെയ്താൽ ടൈംസ് അല്ലേ? 16 ഇൻറ്റു 8 ഇതെല്ലാം കൂടി സം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, അടുത്ത നോക്കാം. ഇത് എത്രയാണ് പറഞ്ഞത്? 8 ടൈംസ് കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ 8 ടൈംസ് ചെയ്ത് അവിടെ മറ്റൊക്കെ അത് തന്നെയാണെന്ന് നോക്കട്ടെ നമുക്ക്. ഇവിടെ 8 ടൈംസ് ആണ്, 8 ടൈംസ് ഓഫ് മിഡിൽ നമ്പർ കേട്ടോ. ഓക്കെ, 8 ടൈംസ്. ഇനി ഇതിന്റെ നമുക്ക് നോക്കിയാലോ. 52 പ്ലസ് എത്രയാണ് അടുത്തത്? ഇതിലുള്ളത് 52, 52 പ്ലസ് 53 പ്ലസ് പിന്നെന്താ 54 പ്ലസ് പിന്നെന്താ 62 പ്ലസ് പിന്നെന്താണ് 64. മിഡിൽ നമ്പർ എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെന്താണ് 72, മിഡിൽ നമ്പർ ആയിട്ടുള്ള ബന്ധാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ 72 പിന്നെ 73 പ്ലസ് പിന്നെന്താണ് 75. ഒന്ന് ചെയ്ത് നോക്കി, എല്ലാം കൂടി കൂട്ടിയത് കിട്ടും നമുക്ക് 504 കിട്ടും അല്ലേ? അപ്പൊ 504 കിട്ടും. ഇപ്പൊ എന്താണ് നടുക്കൾ എന്താ 63 ആണ് അല്ലേ? അപ്പം ഈ 504 63നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് എന്ത് ഈ 504 കിട്ടുക? അല്ലെങ്കിൽ എന്താക്കുക, ആ സമ്മിനോട് എന്താക്കുക 63 ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് കിട്ടുന്നുള്ളത്? അപ്പൊ നമുക്ക് എന്താ 8 കിട്ടും അല്ലേ? അപ്പൊ എന്താണ് ഈ 63നെ 8 ടൈംസ് ഇൻറ്റു ചെയ്താലാണ് ഇതിലുള്ള മൊത്തം സമ്മ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതും എന്താണ് 8 ടൈംസ് തന്നെ അല്ലേ? ഇനി നമുക്ക് ഈ കേസിലും നോക്കിയാലോ. ഈ കേസിലും നമുക്ക് എല്ലാം കൂടി കൂട്ടി വെക്കാം. അപ്പത്തെ 67 പ്ലസ് 68 പ്ലസ് 68 പ്ലസ് 69 പ്ലസ് പിന്നെന്താണ് 77 പ്ലസ് 79 പ്ലസ് പിന്നെ 87 പ്ലസ് 88 പ്ലസ് പിന്നെ 89 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 624 കിട്ടും കേട്ടോ. അപ്പൊ 624 പിന്നെ ഈ നടുക്കുള്ള നമ്പറായ 78 എന്ത് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്താ 78നോട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇത് കിട്ടിയ സം എന്താക്കുക? ഈ നടുക്കുള്ള നമ്പറിനോട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 8 അല്ലേ? അപ്പൊ ഇതും എന്താണ് 8 ടൈംസ്. അപ്പൊ ഇത് 8 ടൈംസ്, ഇത് 8 ടൈംസ്. അപ്പൊ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? ഉണ്ടല്ലേ? 8 പ്രാവശ്യം അല്ലേ? 14നോട് 8 ഇൻറ്റു ചെയ്താൽ എന്താണ് ഗുണിച്ചാലാണ് എന്ത് ഇതിന്റെ സമ്മ് കിട്ടുക അല്ലെ? ഇതിന്റെ തുക കിട്ടുക. അതേപോലെ ഇതിനോട് ഇതിന്റെ തുക കിട്ടണം എന്താ? ഈ നടുക്കുള്ള ഈ നമ്പറായ 63നോട് ഗുണിച്ചപ്പോ അല്ലെ? ഇനി ഇതിന്റെ ഒക്കെ തുക കിട്ടണമെങ്കിലോ ഈ നടുക്കുള്ള നമ്പറിനോട് ഗുണിച്ചപ്പോഴാണ് എന്ത് 8 ഗുണിച്ചപ്പോഴാണ് എന്ത് ഇതിന്റെ തുക കിട്ടിയത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് റിലേഷൻ എങ്ങനെ എഴുതാം? ഓക്കെ, റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നമുക്ക് ചോദ്യം എങ്ങനെ എഴുതി വന്നിരുന്നത്? ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ഈസ് ദ 8 ടൈംസ് ഓഫ് അല്ല എന്താ പറയുക, മിഡിൽ നമ്പർ 8 ടൈംസ് അല്ല വരുന്നത്. ഇപ്പോൾ 1/8 ടൈംസ് എഴുതേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ എന്താ എങ്ങനെ എഴുതാ? ദ റിലേഷൻ ബിറ്റ്വീൻ 8 ടൈംസ് ദ മിഡിൽ നമ്പർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ. അങ്ങനെ എഴുതാം കേട്ടോ. എന്താണ് ദ റിലേഷൻ ബിറ്റ്വീൻ 8 ടൈംസ് ദ മിഡിൽ നമ്പർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്താ ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ഈസ് ദ 1/8 ടൈംസ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ. അങ്ങനെ എഴുതുക. ഇനി മലയാളത്തിൽ എങ്ങനെ എഴുതും? നടുക്കുള്ള സംഖ്യയും സമചതുരത്തിലെ എല്ലാ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം ലഭിച്ച് അപ്പൊ നടുക്കുള്ള സംഖ്യയോട് 8 ഗുണിച്ചാൽ 8 പ്രാവശ്യം നടുക്കുള്ള സംഖ്യയെ ഗുണിച്ചാൽ കിട്ടുന്നത് സമചതുരത്തിലെ എല്ലാ സംഖ്യകളുടെയും തുകയുമാണ് അല്ലെ? ബാക്കി എല്ലാ സംഖ്യകളുടെ തുകയുമാണ്. ഓക്കെ ഓക്കെ ദെൻ ഇവയെല്ലാം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എന്താക്കാം? ബീജഗണിതം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം? അതായത് ഓൾജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്താക്കാം? ഈ നടുക്കുള്ള നമ്പറിനെ നമ്മൾ എന്താക്കുക? എക്സ് ആക്കി എടുക്കുക. ഓക്കെ, നടുക്കുള്ള നമ്പറിനെ നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ അപ്പുറത്തുള്ള നമ്പർ എന്തായിരിക്കും? x-1. ഇപ്പുറത്ത് എന്തായിരിക്കും? x+2. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം? ഇവിടെ എന്തായിരിക്കും? x മൈനസ്, ഇപ്പൊ നോക്കൂ, ഇവിടെ x-1 അല്ലേ? ഇത് x-2, x-3, x-4, x-5, x-6, x-7, x-8, ഇത് x-9 ആയിക്കോട്ടോ. ഇത് x-10, ഇത് x-11 അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് നോക്കൂ, x-11 നിങ്ങൾ എഴുതാട്ടോ. അതെ, x-11 x-11 പിന്നെ x-10, x-10 പിന്നെ നമ്മൾ ചെയ്യാം x-9 അല്ലേ? x-9
ഓക്കെ. ഇനി അടുത്ത താഴെ എന്ത് വരും? ഇവിടെ വരണമെങ്കിൽ എന്താ ഈ എക്സിന്റെ ഇതല്ലേ നമ്മൾ 14 എക്സ് ആക്കി എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അപ്പുറത്ത് എന്താണ്? എക്സ് മൈനസ് 1 ആണ് അല്ലേ? അപ്പൊ എക്സ് മൈനസ് 1 പിന്നെന്താണ്? ഇതിന് എക്സ് ആക്കി എടുത്തു, എക്സ് ആക്കി എടുത്ത് ഇതിനെന്താണ്? എക്സ് പ്ലസ് 1 ആക്കി എടുത്ത് അല്ലേ? എക്സ് പ്ലസ് 1 ആക്കി എടുത്ത്. ഇനി അടുത്തതിൽ എന്തായിരിക്കും നമ്മൾ എടുക്കുക? ഇവിടെ എന്താണ്? ഇവിടെ ഈ ഇത് എക്സ് അല്ലേ? ഇത് എക്സ് പ്ലസ് 1, പിന്നെ എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 5, എക്സ് പ്ലസ് 6, എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 9 ആണ് ഇവിടെ വരിക കേട്ടോ. എന്താണ്? എക്സ് പ്ലസ് 9. ഓക്കെ. അപ്പൊ നമ്മൾ എന്താക്കുക? എക്സ് പ്ലസ് 9 എടുത്തു ഇതിനെ. പിന്നെ അടുത്തതിനോ? എക്സ് പ്ലസ് 10 എടുത്തു അല്ലേ? എക്സ് അടുത്ത് കിട്ടാൻ സുഖമല്ലേ? എക്സ് പ്ലസ് 10. പിന്നെ അടുത്ത എന്താണ് നമ്മളെടുത്ത്? എക്സ് പ്ലസ് 11. ഓക്കെ. അപ്പൊ ഓരോന്നും നമ്മളെടുത്ത് കണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ എടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്താക്കാം? ഇത് ബീജഗണിതം ഉപയോഗിച്ച് എന്താ ആൽജിബ്ര വെച്ച് ചെയ്യാനല്ലേ